ഇനിയുള്ള ചോദ്യം ചെയ്യൽ വളരെ പ്രസക്തമാണ്. അതിന് പറ്റിയ രീതിയിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് മാറുമോ എന്നുള്ളതാണ്. കാരണം കസ്റ്റഡിയിൽ പോലീസിന് നൽകുമോ കോടതി എന്നതൊക്കെ ആശങ്കയെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടോ, അതല്ലാതെ സാധ്യമാകും എന്ന ഒരു ആത്മവിശ്വാസമുണ്ടോ അന്വേഷണ സംഘത്തിന്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടാ തലവൻ ഓം പ്രകാശ് ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഓക്കെ, ഞാൻ ആ ന്യൂസ് ഇന്നലെ കണ്ടതായിരുന്നു. പിന്നെ അത്ര ശ്രദ്ധിക്കാൻ മാത്രമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു. ഓക്കെ, ഇന്നൊരു ഉച്ച ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് കാണുന്നത്. ദേ കിടക്കുന്ന ശ്രീനാഥ് ബാസി, പ്രയാഗ മാർട്ടിൻ, ഇവരൊക്കെ അദ്ദേഹത്തിനെ കാണാൻ പോയി. 2 സിനിമാ താരങ്ങളും അല്ലാതെ ഒരു 20 പേരും കൂടെ ഇയാളെ എന്തിനു കാണാൻ പോയി. പിന്നെ ഇന്നലത്തെ പാർട്ടിയുടെ കാര്യങ്ങൾ സംസാരമായി. ഓക്കെ, ഇപ്പം ന്യൂസ് എടുത്ത് നോക്കിയാൽ ഇതാണ് ഇപ്പോൾ കാര്യങ്ങൾ മൊത്തം. എന്തായാലും നമുക്ക് ഓം പ്രകാശിൻ്റെ ആ ഒരു അറസ്റ്റ് സംബന്ധമായിട്ടുള്ള ന്യൂസ് ഫസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ലഹരി വസ്തുക്കൾ കൈവശം വെച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ഓം പ്രകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഓം പ്രകാശിനെ കൊച്ചി മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കൊപ്പം പിടിയിലായ ഷഹാസിൽ നിന്നും കൊക്കൈൻ പിടികൂടിയിരുന്നു. സിജോ തുടരുന്നുണ്ട്. സിജോ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. ഇന്നലെയാണ് DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് ഇയാളെ ഓംപ്രകാശിനെ എത്തുന്നത്. ഓംപ്രകാശ് എത്തി, അധികം വൈകാതെ തന്നെ പോലീസിന് വിവരം ലഭിക്കുന്നു. പോലീസ് ഇവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഏറെ നേരം ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് നടത്തിയ പരിശോധനയിലാണ് കൊക്കൈൻ ഉൾപ്പെടെ ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നത്. ഇന്നലെ രാത്രിയോട് ഇതിൽ സംബന്ധിച്ച് കേസെടുത്തിരുന്നു. ഇന്നാണ് ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിനാണ് NDPS ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഓംപ്രകാശിനെയും കൂട്ടാളി ഷിഹാസിനെയും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഈ 2 വ്യക്തിയുടെ പേരെന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കിട്ടിയെന്നുള്ള രീതിയിലാണ് ന്യൂസിൻ്റെ ഒക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഓം പ്രകാശിന്. അപ്പം ഈ പ്രയാഗ മാർട്ടിൻ, പിന്നെ നമ്മുടെ ശ്രീനാഥ്, ഓക്കെ, ശ്രീനാഥിനെ കുറിച്ച് പിന്നെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ഞാൻ പറയാനറിയാലോ, പുള്ളിയുടെ രീതി, പുള്ളിയുടെ സ്വഭാവം, കാര്യങ്ങളും ഒക്കെ ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോരാത്തിന് കമൻസ് പ്രയാഗ മാർട്ടിനെ കുറിച്ചും, കാരണം ഇപ്പോഴത്തെ അവരുടെ ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ് സ്റ്റൈല് കണ്ടാലേ അറിയാം, അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഒരാളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം. അത് കുറച്ച് ആളുകളുടെയൊക്കെ തന്നെ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവർക്ക് മറ്റെന്തെങ്കിലും ബന്ധം ഉള്ളവരാണോ സിനിമയുമായി ബന്ധപ്പെട്ടോ? ആ ഹോട്ടലിൽ വന്നുപോയ മറ്റ്20ഓളം പേരിൽ ചിലരുടെ പേര് വിവരങ്ങൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. അതിൽ ചിലർക്ക് സിനിമാ ബന്ധങ്ങളുണ്ട് എന്ന സൂചനകളുണ്ട്. ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന പേരുകൾ ഇതൊക്കെയാണ്: ബൈജു, അനൂപ്, ഡോൺ ലൂയിസ്, അരുൺ, അലോഷ്യ, സ്നേഹ, ടിപ്സൺ, അതോടൊപ്പം തന്നെ നവാസ്, രൂപ, പപ്പി. ഇത് കുറച്ചു പേരുടെ പേര് വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മൊത്തം 20ഓളം പേർ അവിടെ പല സമയങ്ങളിലായി വന്നു പോയിട്ടുണ്ട് എന്നത് പോലീസ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വന്നുപോയ 20 പേരുടെയും കൃത്യമായ അവരുടെ ചിത്രങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഈ പറയുന്ന ആളുകളിലേക്ക് എത്തണം. ഇവരെത്ര പേര് അവിടെ വന്നു? കാരണം ഈ പ്രധാനപ്പെട്ട കണ്ണി ഓം പ്രകാശാണ്. ഓം പ്രകാശ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മറ്റ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹത്തിന്റെ യാത്രകൾ, അങ്ങനെ കൃത്യമായി മുന്നൊരുക്കത്തോടു കൂടിയാണ് പോലീസ് വലയിലാക്കുന്നത് ഓം പ്രകാശിനെ. എങ്കിൽ ഇനിയുള്ള ചോദ്യം ചെയ്യൽ വളരെ പ്രസക്തമാണ്. അതിന് പറ്റിയ രീതിയിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് മാറുമോ എന്നുള്ളതാണ്. കാരണം കസ്റ്റഡിയിൽ പോലീസിന് നൽകുമോ കോടതി എന്നതൊക്കെ ആശങ്കയെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടോ, അതല്ലാതെ സാധ്യമാകും എന്ന ഒരു ആത്മവിശ്വാസമുണ്ടോ അന്വേഷണ സംഘത്തിന്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓം പ്രകാശിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കാരണം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി, അതായത് ജാമ്യം ലഭിക്കാവുന്ന ക്വാണ്ടിറ്റി ലഹരി വസ്തു മാത്രമാണ് ഓം പ്രകാശിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. ഓം പ്രകാശിനെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ മരട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ ഓം പ്രകാശ് ഇതൊന്നും സമ്മതിക്കുന്നില്ല. തന്നെ കാണാൻ സിനിമാ താരങ്ങൾ വന്നു എന്നോ അല്ലെങ്കിൽ അവിടെ ഒരു ലഹരി പാർട്ടി നടന്നോ അക്കാര്യങ്ങളൊന്നും തന്നെ ഓം പ്രകാശ് സമ്മതിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ അവിടെ പോലീസിന്റെ കയ്യിലുണ്ട്. ഓം പ്രകാശുമായി ആരൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഓം പ്രകാശിനെ കാണാൻ മുറിയിലെത്തിയവരുടെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള മുഴുവൻ തെളിവുകളും ശേഖരിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ, അതായത് കോടതിയുടെ മുൻപിലേക്ക് എത്തിക്കുന്ന രേഖയിൽ തന്നെ പ്രയാഗ മാർട്ടിന്റെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും
മറ്റു പലരുടെയും പേരുകൾ പോലീസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി അവിടെ നടന്നത് ഒരു ലഹരി പാർട്ടിയാണ് എന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നു. ആ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി ഈ സിനിമാ താരങ്ങളും അവിടെ എത്തിയിരുന്നോ എന്നതാണ് ഇനി ഉറപ്പിക്കേണ്ടത്. അതിലേക്ക് വേണ്ടിയാണ് പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ബാസിയെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി. അപ്പോൾ കാര്യത്തിന്റെ ഗുരുതരം നിങ്ങൾക്ക് ഞാൻ പറയാനേ മനസ്സിലാവുമല്ലോ. പോലീസിന്റെ അതുപോലെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ചോദ്യം ചെയ്തതിൽ നടക്കും. കാരണം ഇത് ഇത്രയും വിഷയമായത് സംഭവം ഇനി ആളി കത്താൻ തുടങ്ങും. ഇനി ഒരാഴ്ചത്തേക്കുള്ളായി. കാരണം നമ്മുടെ അർജുന്റെ കേസ് ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും. ഇതായിരിക്കും ഇനി ഒരാഴ്ചത്തെ കണ്ടന്റും കാര്യങ്ങളും എല്ലാവർക്കും. ഓക്കെ, എന്തായാലും പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇവരൊക്കെ പുറകിലുള്ളത് ആരൊക്കെയാണെന്നും ഒക്കെ അറിയാൻ കഴിയും. പിന്നെ അതുപോലെ ഭാഗ്യലക്ഷ്മി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. കേട്ടപ്പം എനിക്കില്ലേ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന അതേ ഒരു സ്റ്റൈലിലാണ് പുള്ളി പറഞ്ഞത്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കേട്ടു നോക്കും. ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ 2 ചലച്ചിത്ര പ്രവർത്തകരുടെ പേര് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുകയാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടിലാണ് ഇപ്പോൾ 2 പേരുടെ, പ്രയാഗ മാർട്ടിന്റെയും ശ്രീനാഥ് ബാസിയുടെയും പേര് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് ഇക്കാര്യങ്ങൾ പോകുന്നത്? വളരെ ഗൗരവമായി കാണേണ്ട ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇത്. ഞാൻ അന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാനത് സംസാരിച്ചപ്പോ എനിക്ക് ഭീഷണി പോലും വന്നതാണ്. എന്തിനാണ് അങ്ങനെയുള്ള കാര്യം പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, വെച്ചേക്കില്ല എന്ന രീതിയിലാണ് എനിക്ക് ഭീഷണി വന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഈ മാഫിയ ഈ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. മുംബൈ ഫിലിം ഇൻഡസ്ട്രി ഇവരുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഇൻഡസ്ട്രിയെ, ഒരു പിന്നെ കലയെ, വ്യക്തികളെ, വരുന്ന ഒരു തലമുറയെ, സമൂഹത്തെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇനിയും പലരുടെ പേരുകളും പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം, ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷണം മുമ്പോട്ട് പോകണം. വെറുതെ ഈ പറയുന്ന മാതിരി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹേമ കമ്മിറ്റിയുടെ പേരിൽ അവിടുന്നും ഇവിടുന്നും പിന്നെ പലരും വന്ന് പല കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും ഇത് സർക്കാർ വളരെ ഗൗരവമായി തന്നെ ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇനിയും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ള പേരുകളെല്ലാം തന്നെ പുറത്തു വരികയും ശക്തമായ നടപടി, ശിക്ഷയിലേക്ക് തന്നെ പോവുകയും വേണം. ഭാഗ്യലക്ഷ്മി, ഓക്കെ, അപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അപ്പം ഈ സിനിമ ഇൻഡസ്ട്രിയിലെ എന്താ പറയണ്ടേ, ഇതിപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ്. ഇവർ നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ ഇവർക്ക് വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഹേമ കമ്മിറ്റിയുടെ ഒരു സംഭവത്തിലാണെങ്കിലും പോലും ഒരുപാട് ആൾക്കാർ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, ഇപ്പോൾ ഇത് കൂടിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ ലഹരി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ സ്കൂളുകളാണെങ്കിൽ പോലും അതിപ്പോൾ 6th 7th 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ വരെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് സാധനം കയ്യിലെടുക്കും, ഒരു 500 രൂപയ്ക്ക് ഒരു സാധനം എടുക്കും, ഒരു ചെറിയ പാക്കറ്റ് സാധനം എടുക്കും, എടുത്തിട്ട് എന്തെടുക്കും, അതിൽ നിന്ന് കുറച്ച് സാധനം ഇവന്മാർക്കുള്ളത് മാറ്റി വെക്കും, എന്നിട്ട് ബാക്കി സെയിൽ ചെയ്യുന്ന ടീംസ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായി, 500 രൂപയ്ക്ക് സാധനം എടുത്തിട്ട് അവന്മാർ ആവശ്യത്തിന് അവന്മാർ എടുത്തിട്ട് ബാക്കി അവന്മാർ സെയിൽ ചെയ്ത് ഈ മുടക്കിയ പൈസ തിരിച്ചു പിടിക്കുന്ന ഇപ്പോഴത്തെ രീതികളൊക്കെ അങ്ങനെയാണ്. കൂടെ കച്ചവടം നടക്കും, അവന്മാരുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പം 500 തുടങ്ങും, പിന്നെ അത് 5000 ആവും, പിന്നെ 10000 ആവും, പിന്നെ അവസാനം ജയിലിൽ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് മക്കളെ ഇതൊക്കെ കാണുമ്പോൾ പരമാവധി ഇപ്പോൾ ഒന്നും അറിയത്തില്ല, ഒരു സമയമാകുമ്പോഴേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ.